കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ കോടതിയലക്ഷ്യ കേസിൽ രോഷം പ്രകടിപ്പിച്ചു ഹൈക്കോടതി. വിചാരണ അനുമതി നൽകിയുള്ള ഉത്തരവ് വിഡ്ഢിതമെന്ന് കോടതി പറഞ്ഞു. കെ ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യം ചുമത്തി. കൂടുതൽ വിവരങ്ങളുമായി സാലിഹ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലിഹ്, എന്താണ് കോടതിയുടെ അതൃപ്തിക്ക് കാരണം? നിഷാദ്, അതിഗുരുതരമായ വിമർശനങ്ങളാണ് കോടതി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിയത്. ഉത്തരവ് വിഡ്ഢിത്തമാണ്. അതായത് നിലവിൽ ഇറക്കിയിരിക്കുന്ന വിചാരണ അനുമതി നൽകിയുള്ള ഉത്തരവ് വിഡ്ഢിത്തമാണ്. മുൻ സർക്കാരിന്റെ നിലപാട് ഇത്തരത്തിൽ വിചാരണ അനുമതി നൽകുന്നില്ല എന്നതായിരുന്നു. അതായിരുന്നു കൂടുതൽ സ്വീകാര്യം. അതൊരു കൃത്യമായ നിലപാടാണ്. ഇപ്പോഴത്തെ ഉത്തരവിൽ പറയുന്നത് തങ്ങൾ വിചാരണയ്ക്ക് അനുമതി നൽകുന്നു, പക്ഷേ സർക്കാർ ഈ വിചാരണ അനുമതി നൽകുന്നതിന് എതിരാണ് എന്നുകൂടി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ അനുമതി നൽകുന്നത് പ്രതി രക്ഷപ്പെട്ടു പോകാൻ കാരണമാകും എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇത്തരത്തിലുള്ള കടുത്ത വിമർശനത്തിലേക്ക് എത്തിയത്. കോടതി നേരത്തെ സിനിമയിലെ ഒരു ഗാനം, അവനവൻ കുരുക്കുന്ന കുഴിയിൽ വീഴുമ്പോൾ ഗുലുമാൽ എന്ന ഗാനം ഉൾപ്പെടെ കോടതിയിൽ പരാമർശിച്ചാണ് വലിയ ഗുരുതരമായ വിമർശനങ്ങളിലേക്ക് പോയത്. ഈ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത്? മാപ്പ് അർഹിക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ധാർമ്മികമായ അവകാശമില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇത്തരത്തിൽ വളരെ കടുത്ത വിമർശനങ്ങൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ, വ്യവസായ വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത്. പ്രതി ആർ ചന്ദ്രശേഖർ, INTUC നേതാവ് ആർ ചന്ദ്രശേഖറാണ് ഈ 500 കോടിയുടെ കശുവണ്ടി ഇറക്കുമതി കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ. ഈ പ്രതി വാർത്താ സമ്മേളനം നടത്തി കോടതിയെ വെല്ലുവിളിക്കുന്നു, കോടതിയെ അവഹേളിക്കുന്നു എന്നടക്കം പറഞ്ഞാണ് കോടതി വലിയ തോതിലുള്ള വിമർശനത്തിലേക്ക് ഈ കേസിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കെ ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യം ചുമത്തിയിരിക്കുകയാണ്. നേരത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യം ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നത്. അദ്ദേഹം തുടർന്ന് കോടതിയിൽ ഹാജരാകാതിരിക്കുകയും തുടർന്ന് അത് വലിയ തോതിലുള്ള പരാമർശങ്ങളിലേക്ക് എത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് സർക്കാർ മുഖം രക്ഷിക്കാൻ കോടതിയിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് സർക്കാർ ഇങ്ങനെയൊരു ഉത്തരവിലേക്ക് എത്തിയത്, വിചാരണ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലേക്ക് എത്തിയത്. പക്ഷേ ആ ഉത്തരവ് വീണ്ടും കോടതിയലക്ഷ്യം വിളിച്ചു വരുത്തിയിരിക്കുന്നു. കോടതിയുടെ ഇന്നുവരെ കേൾക്കാത്ത കേസിൽ ഇന്നുവരെ കേൾക്കാത്തത്ര വിധമുള്ള വിമർശനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. സർക്കാരിനെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ വിമർശനമാണ് കോടതി നടത്തിയത്. നിഷാദ്, ശരി. മുഹമ്മദ് സാലിഹാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.